ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫിനിക്സിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇൻഫിനിക്സ് S5 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മികച്ച സ്പെസിഫിക്കേഷൻസ്, എസ്പെഷ്യലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോപ്പപ്പ് സെൽഫി ക്യാമറയൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് S5 Pro. സോ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസ് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്തൊരു ബെല്ലൈക്കണൊക്കെ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6.53 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് IPS LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ പോപ്പപ്പ് സെൽഫി ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോച്ചോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. നമുക്കൊരു കംപ്ലീറ്റ് ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ സൈഡിലൊക്കെ ചെറിയ ബെസൽസ് താഴെയൊക്കെ കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഏകദേശം 86.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ആണ് ബോഡിയും അതുപോലെ തന്നെ ഫ്രെയിമൊക്കെ ലഭിക്കുന്നത്. നമുക്ക് ഗ്ലാസോ അലുമിനിയം ഫ്രെയിമൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek Helio P35 ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 10 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റ് വരുന്നത് 4GB RAM ആൻഡ് 64GB ഇന്റേണൽ സ്റ്റോറേജ് ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. സോ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പ്രൈമറി ആയിട്ട് നമുക്കൊരു 48 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ ഉണ്ട്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും പിന്നെ ഒരു ലോ ലൈറ്റ് സെൻസറും. സോ അതിന്റെ ഇടയിലായിട്ട് നമുക്ക് ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ റിയർ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. അടുത്തതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോപ്പപ്പ് സെൽഫി ക്യാമറ. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാപിക്സൽ ആണ്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 mAh ആണ് ബാറ്ററി വരുന്നത്. ഒപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മൈക്രോ USB പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വയലറ്റ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗ്രീൻ എന്നീ 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ SAR വാല്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.79 watts/kg ആണ് ഹെഡ് SAR വാല്യൂ വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Infinix S5 Pro എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 9,999 രൂപയാണ്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മികച്ച സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആവറേജ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെർഫോമൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ബാറ്ററിയും ഒക്കെ ഒരു ആവറേജ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് വരേണ്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പോപ്പപ്പ് സെൽഫി ക്യാമറ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ആദ്യത്തെ പോപ്പപ്പ് സെൽഫി ക്യാമറ ഫോണാണ് നമ്മുടെ Infinix S5 Pro. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ നടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. സോ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയുടെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.